ബിഗ് ബോസ് മലയാളം സീസൺ 7 വെള്ളിയാഴ്ച ദിവസത്തെ വോട്ടിംഗ് യുദ്ധം ഇന്നിത് അവസാനിക്കാൻ പോവുകയാണ്. വോട്ടിംഗ് ഒക്കെ ഉച്ചയെടുത്തപ്പോൾ അടിമുടി മാറ്റങ്ങൾ തന്നെ വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഓരോ മിനിറ്റിലും മണിക്കൂറുകളും 1000-10,000 കണക്കിന് വോട്ടുകൾ ഓരോ മത്സരാർത്ഥികളും സ്വന്തമാക്കുന്ന ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ടോട്ടലി ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് റിസൾട്ടോട്ടാണ് ഇപ്പോഴത്തെ മണിക്കൂർ വോട്ടിംഗ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് വോട്ടുകളുടെ ഭൂരിപക്ഷമായിട്ട് ഷാനവാസ് മുന്നേറുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഹോട്ടൽ ടാസ്കിന് ശേഷം ഷാനവാസിന്റെ വോട്ടിംഗ് വൻ രീതിയിൽ തന്നെ കുതിച്ചു വരികയാണ്. 1,19,385 വോട്ട് ഷാനവാസ് അട്ടിമറി മുന്നേറ്റം നടത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന കണ്ടസ്റ്റന്റ് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് ഷാനവാസിന്റെ ഒപ്പം എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നല്ലൊരു മുന്നേറ്റം മറ്റ് കണ്ടസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഹോട്ടൽ ടാസ്കിന് ശേഷമാണ് ലക്ഷ്മിയുടെ വോട്ട് ഇത്രയധികം കുതിച്ചു കയറിയത്. 95,610 വോട്ടുകൾ സ്വന്തമാക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് നൂറേനെയാണ് കാണാൻ സാധിക്കുന്നത്. നൂറയ്ക്ക് 83,278 വോട്ടുകൾ സ്വന്തമാക്കി സേഫ് സോണിലോട്ട് മാറാൻ ഈ ആഴ്ച സാധിക്കുമ്പോൾ പാർട്ട്ണർ വിട്ടുപോകുമെന്ന് കണ്ടുതന്നെ അറിയണം. 4ാം സ്ഥാനത്ത് സൗമാനെയാണ് കാണാൻ സാധിക്കുക. സൗമാൻ ശരിക്കും പറഞ്ഞാൽ ടാസ്ക് പുള്ളിയുടെ റോൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണോ എന്തോന്ന് അറിയത്തില്ല, വലിയ രീതിയിൽ തന്നെ വോട്ടിംഗ് കുതിച്ചു വരികയാണ്. 77,066 വോട്ടുകൾ സ്വന്തമാക്കി സൗമാൻ സേഫ് ആകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന ആതിരനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആതിരയ്ക്ക് വമ്പൻ വോട്ടിംഗ് തകർച്ച തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡ് മുതൽ സംഭവിച്ചിട്ടുള്ളത്. 72,353 വോട്ടുകൾ മാത്രം ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. ഒരുപക്ഷെ ടാസ്കിൽ അല്ലെങ്കിൽ ഗെയിമിൽ അത്രയധികം വേണ്ട രീതിയിലുള്ളൊരു ഗെയിം കളിക്കാത്തതുകൊണ്ടായിരിക്കാം. നിലവിൽ നമുക്ക് 6ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡോക്ടർ ബിന്നിനെയാണ്. ബിന്നിക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 66,937 വോട്ട് ബിന്നിൻ സേഫ് സോണിലോട്ട് മാറുമ്പോൾ നിലവിൽ 7ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആര്യം മാറുകയാണ്. ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങാൻ സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. 60,746 വോട്ട് ആര്യന് ഒരുപക്ഷെ സേഫായിട്ട് മാറാനും സാധ്യതകൾ കാണുമ്പോൾ 8ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നെവിൻ മാറിയിരിക്കുകയാണ്. 55,889 വോട്ടുകൾ മാത്രമേ നെവിന് ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ വരും മണിക്കൂറിൽ നെവിൻ്റെ അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് കണ്ടതിനറിയാം. ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള 9ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക റന ഫാത്തിമേനെ തന്നെയാണ്. 53,012 വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയ റന ഇനിയുള്ള മണിക്കൂറുകളിൽ റനയ്ക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. റന നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കുക അല്ലെങ്കിൽ ഒരു വൻ പരാജയം ഏറ്റുവാങ്ങി ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങേണ്ടി വരുമെന്നൊക്കെ ഇതൊക്കെയാണ് കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന വരും മണിക്കൂർ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളൊക്കെ ആയതുകൊണ്ട് ഇതിന് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ഇനിയുള്ള മണിക്കൂറുകളിൽ മികച്ച ഒരു കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് നൽകാൻ ഈ അവസാന സ്ഥാനത്തുള്ള മത്സരാർത്ഥികൾക്ക് സാധിച്ച ഒരുപക്ഷെ ഗെയിമിൽ വമ്പ മുന്നേറ്റങ്ങളൊക്കെ നടത്താൻ സാധ്യതകൾ കാണുന്നുണ്ട്. കാത്തിരിക്കുക നിർണായകമായിട്ട് മാറുന്ന വരും മണിക്കൂർ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി മികച്ച ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റിന് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.